നൽകിയിരിക്കുന്ന ഫാബ്രിക് സാമ്പിളുകളുടെ ഘടന തിരിച്ചറിയാനാണ് ഈ സെഷനിൽ നമ്മൾ പഠിക്കുന്നത്. സെഷൻ അവസാനിക്കുന്നതോടെ ഫാബ്രിക് നിർമ്മാണം വിശദീകരിക്കുക, വ്യത്യസ്ത ഫാബ്രിക് തരങ്ങളുടെ ഘടന തിരിച്ചറിയുക, ഫൈബറുകളുടെ സവിശേഷതകൾ പട്ടികപ്പെടുത്തുക, അടിസ്ഥാനതരം ഫാബ്രിക്കുകളുടെ സവിശേഷതകൾ വിശദീകരിക്കുക എന്നീ പ്രവർത്തനങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാകും. നീളത്തിലും വീതിയിലുമുള്ള 2 ഗ്രൂപ്പ് നൂലുകൾ ഉപയോഗിച്ചാണ് വോവൻ ഫാബ്രിക് നിർമ്മിക്കുന്നത്. വാർപ്പ്, വെഫ്റ്റ് എന്നിങ്ങനെ 2 സെറ്റ് നൂലുകൾ വലത് കോണിലേക്ക് പരസ്പരം കെട്ടിപ്പിണയുന്ന പ്രവൃത്തിയാണ് വോവിംഗ്. വാർപ്പ് യാൺ തെറിയിൽ നീളത്തിൽ കെട്ടുന്നു. വാർപ്പ് യാണിന്റെ വലതുവശത്തേക്ക് വെഫ്റ്റ് അല്ലെങ്കിൽ ഫില്ലിംഗ് യാണർ കയറ്റുന്നു. ഏറ്റവും ലളിതമായ ഫാബ്രിക് നിർമ്മാണ രീതിയാണ് പ്ലെയിൻ വീവ്. ഇതിൽ ഓരോ വെഫ്റ്റ് യാണും ഓരോ വാർപ്പ് യാണിന്റെ മുകളിലൂടെ താഴെയുമായി ഇടവിട്ട് കടന്നുപോകുന്നു. ഇവിടെ തിരശ്ചീനമായ യാൺ അഥവാ വെഫ്റ്റ് അല്ലെങ്കിൽ ഫില്ലേഴ്സ്, ലംബമായ നൂലുകളുടെ വാർപ്പ് യാൺ മുകളിലും താഴെയുമായി ഇടവിട്ട് തുടർച്ചയായി പോകുന്നു. മസ്ലിൻ അല്ലെങ്കിൽ ടഫെറ്റ എന്നിവ ഇത്തരത്തിലുള്ള വോവന് ഉദാഹരണമാണ്. വോവൻ ഫാബ്രിക്കിന്റെ വശങ്ങളിൽ റിബൺ പോലെയോ ക്ലോത്തിന്റെ കര പോലെയോ സെൽവെഡ്ജ് ഉണ്ടാകും. പ്രകൃതിദത്തമോ മനുഷ്യനിർമ്മിതമോ ആയ ഫൈബർ ഉപയോഗിച്ചാണ് തുണി നിർമ്മിക്കുന്നത്. ഈ ഫൈബറുകൾ മെടഞ്ഞ് യാണാക്കി പലതരം തറികളിൽ നെയ്തെടുക്കുന്നു. ഓരോ ഫൈബറുകൾക്കും അതിൻ്റെതായ സ്വഭാവ സവിശേഷതകളുണ്ട്. അത് ഒരു പക്ഷേ സ്പിന്നിങ്, വോവിംഗ്, ഫിനിഷിംഗ് എന്നിവയിലൂടെ മാറ്റാനാകും. പ്രകൃതിയിൽ കാണപ്പെടാത്ത സിന്തറ്റിക് ഫൈബറുകളാണ് പ്രധാനമായും മനുഷ്യനിർമ്മിതം എന്ന് പറയുന്നത്. ഇവ ഒരു കെമിക്കൽ സൊല്യൂഷനിലൂടെ രൂപപ്പെടുത്തുന്നതാവാം. കോട്ടൺ, ലിനൻ, സിൽക്ക്, വൂൾ എന്നിവ പ്രകൃതിദത്ത ഫൈബറുകളാണ്. ഇതിൽ സിൽക്ക് ഒഴികെയുള്ള പ്രകൃതിദത്ത ഫൈബറുകൾ നീളം കുറഞ്ഞവയാണ്. അവയെ സ്റ്റേപ്പിൾസ് എന്ന് വിളിക്കുന്നു. ഈ സ്റ്റേപ്പിൾസ് കൂട്ടിയോജിപ്പിച്ച് നീളമുള്ള യാൺ ഉണ്ടാക്കുന്നു. ഫാബ്രിക്കുകളുടെ റൈറ്റ്, റോങ് സൈഡുകൾ തിരിച്ചറിയുന്നതിന് അവയുടെ അരികുകൾ പരസ്പരം ചേർത്ത് വെക്കുക. റൈറ്റ് സൈഡിൽ ഡിസൈൻ തെളിഞ്ഞതും വ്യക്തവുമായിരിക്കും. സെൽവെഡ്ജ് ഇരുണ്ടതായിരിക്കും. ഫാബ്രിക് പൈൽസ് ദൃശ്യമായിരിക്കും. ഉദാഹരണത്തിന്, ഒരു കോട്ടൺ ഫാബ്രിക് വാങ്ങാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ മെറ്റീരിയലിന്റെ സെൽവെഡ്ജിൽ എഴുതിയിരിക്കുന്ന ഫൈബർ ടൈപ്പ് സംബന്ധിച്ച വിവരങ്ങൾ പരിശോധിക്കാവുന്നതാണ്. അടിസ്ഥാനപരമായി ഫാബ്രിക്കുകളെ വൂവൻ ഫാബ്രിക്, നിറ്റഡ് ഫാബ്രിക്, നോൺ വൂവൻ ഫാബ്രിക് എന്നിങ്ങനെ തരംതിരിച്ചിരിക്കുന്നു. വാർപ്പ്, വെഫ്റ്റ് യാണുകൾ ഉപയോഗിച്ച് തറയിൽ വോവിംഗ് ചെയ്തെടുക്കുന്ന ഫാബ്രിക്കുകളാണ് വൂവൻ ഫാബ്രിക്. യാണുകളിൽ ചതുരാകൃതിയിലുള്ള ഇന്റർലേസിംഗിനെ നെയ്ത്ത് എന്ന് വിളിക്കുന്നു. വാർപ്പ് നൂലുകളിൽ ഒരു തറിയിൽ ലംബമായി ബന്ധിപ്പിച്ച് അവയ്ക്ക് കുറുകെ വെഫ്റ്റ് യാണുകൾ കടത്തിവിട്ടാണ് വോവൻ ജോലി പുരോഗമിക്കുക. വോവൻ ഫാബ്രിക്കിന്റെ തരങ്ങളിൽ ഗ്രെയിൻസ് ഉണ്ടാകും, അഥവാ നൂൽദിശകൾ. നെയ്റ്റ് മെഷീനുകളിൽ നൈറ്റിംഗ് പ്രക്രിയയിലൂടെയാണ് നെയ്റ്റഡ് ഫാബ്രിക് നിർമ്മിക്കുന്നത്. സൂചികൾ ഉപയോഗിച്ച് ഒന്നോ അതിലധികമോ യാണുകളുടെ ലൂപ്പ് സീരീസും പരസ്പരം ബന്ധിപ്പിച്ച് ഫാബ്രിക് നിർമ്മിക്കുന്ന പ്രക്രിയയാണ് നൈറ്റിംഗ് എന്നറിയപ്പെടുന്നത്. നൈറ്റിംഗ് കൈകൊണ്ടോ നൈറ്റിംഗ് മെഷീൻ ഉപയോഗിച്ചോ ചെയ്യാൻ സാധിക്കും. ഗ്രെയിൻ ഇല്ലാത്ത ഫാബ്രിക്കുകളാണ് നോൺ വൂവൻ ഫാബ്രിക്. ഫൈബറുകൾ ഒരുമിച്ച് പ്രസ് ചെയ്താണ് ഇവ നിർമ്മിക്കുന്നത്. പ്ലാസ്റ്റിക് ഫിലിം, വില്ലിൻ ഇന്റർഫേസിംഗ് എന്നിവ ഉദാഹരണങ്ങളാണ്. മറ്റ് സ്പെഷ്യൽ ഫാബ്രിക്കുകൾ, നാപ്ഡ് ഫാബ്രിക്കുകൾ, ഇവയിൽ രോമങ്ങൾ പോലെയുള്ള യാണുകൾ ഒരു ദിശയിൽ കാണപ്പെടുന്നു. പ്രത്യേകതരം വോവൻ ഫിനിഷിംഗ് പ്രോസസ്സിലൂടെയാണ് ഇത്തരം പ്രതീതി സൃഷ്ടിക്കുന്നത്. ഫ്ലാനൽ, വെൽവെറ്റ്, ഫ്ലേസ് ക്ലോത്ത്, വൂൾ എന്നിവയാണ് ഉദാഹരണങ്ങൾ. ലേസ് അതിലോലമായ ഫാബ്രിക് തരമാണിത്. ഇവ യാൺ ഉപയോഗിച്ച് ഓപ്പൺ വെബ് ലൈക്ക് പാറ്റേണിൽ നിർമ്മിക്കുന്നു. മെഷീൻ ഉപയോഗിച്ചോ കൈകൊണ്ടോ നിർമ്മിക്കാം. ഇവ സിന്തറ്റിക് ഫാബ്രിക്കുകളാണ്. പോളിസ്റ്റർ, മോഡ്രാക്രിലിക്, അക്രിലിക് ഫൈബറുകൾ എന്നിവ ഉപയോഗിച്ചാണ് ഇത് നിർമ്മിക്കുന്നത്. യഥാർത്ഥ മൃഗങ്ങളുടെ ഫർ അനുകരിക്കുന്ന ലോങ് പൈൽസും ഇവയിൽ കാണാം. കൗണ്ടിംഗ് ഗ്ലാസ് അല്ലെങ്കിൽ മാഗ്നിഫയിങ് ലെൻസുകൾ, വുവൻ ഫാബ്രിക്, നിറ്റഡ് ഫാബ്രിക്, നോൺ വുവൻ ഫാബ്രിക്, ലേസ് ഫാബ്രിക്, ഫർ ഫാബ്രിക്, വുവൻ ഫാബ്രിക് സാമ്പിളുകൾ എന്നിവ ഉപയോഗിച്ച് ഒരു പരീക്ഷണം നമുക്ക് ചെയ്യാം.
തന്നിരിക്കുന്ന വുവൻ ഫാബ്രിക് സാമ്പിളിന്റെ ഘടന നിർണ്ണയിക്കുന്നതാണ് ടാസ്ക്. ഫാബ്രിക് സാമ്പിളുകൾക്ക് 1 മുതൽ 15 വരെ ഐഡന്റിഫിക്കേഷൻ കോഡ് നമ്പറുകൾ നൽകുക. സാമ്പിൾ നമ്പർ 1 എടുത്ത് ഫാബ്രിക് സാമ്പിൾ മേശപ്പുറത്ത് വെക്കുക. ഫാബ്രിക്കിന്റെ ഘടന മാഗ്നിഫയിങ് ലെൻസുകൾ ഉപയോഗിച്ച് പരിശോധിക്കുക. നിങ്ങൾക്ക് ലഭിക്കുന്ന ഘടന ഇവിടെ തന്നിരിക്കുന്ന ചിത്രവുമായി താരതമ്യപ്പെടുത്തുക. തന്നിരിക്കുന്ന ഏത് ഫാബ്രിക്കിന്റെ ചിത്രമാണ് നിങ്ങളുടെ സാമ്പിളുമായി ചേരുന്നത് എന്ന് കണ്ടെത്തുക. പട്ടികയിലെ സാമ്പിൾ നമ്പർ 1ന്റെ അനുയോജ്യമായ റോയിലെ ഫാബ്രിക്കിന്റെ പേര് എഴുതുക. നടപടിക്രമം ശേഷിക്കുന്ന സാമ്പിളുകളിലും ആവർത്തിച്ച് പട്ടിക പൂരിപ്പിക്കുക. നൽകിയിരിക്കുന്ന ഫാബ്രിക് സാമ്പിളുകളുടെ ഘടന തിരിച്ചറിയുക എന്ന ഈ സെഷൻ ഇവിടെ അവസാനിക്കുകയാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ഫാബ്രിക് നിർമ്മാണം വിശദീകരിക്കുക, വ്യത്യസ്ത തുണിത്തരങ്ങളുടെ ഘടന തിരിച്ചറിയുക, ഫൈബറുകളുടെ സവിശേഷതകൾ പട്ടികപ്പെടുത്തുക, അടിസ്ഥാനതരം ഫാബ്രിക്കുകളുടെ സവിശേഷതകൾ വിശദീകരിക്കുക എന്നീ പ്രവർത്തനങ്ങൾ മനസ്സിലാക്കാൻ സാധിച്ചു എന്ന് വിശ്വസിക്കുന്നു.